ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരുവാണ്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്നൊരു ചക്കക്കുരുവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു ഒരു 2 മണിക്കൂർ പാലിൽ കുതിർത്തിയതിന് ശേഷമാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മേലുള്ള ആ തൊലി കളഞ്ഞതിന് ശേഷം, വൈറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള സ്കിന്ന് കളയണ്ട. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ശേഷം പിന്നെ നമുക്കിത് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ആ പാക്കിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം നമുക്കിത് ഫേസിൽ സ്ക്രബ് പോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് ഞാൻ 1 മിനിറ്റിൽ കൂടുതലൊന്നും ചെയ്യണില്ല, കാരണം ഞാൻ ഇടയ്ക്ക് സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1 മിനിറ്റ് നേരമാണ് സ്ക്രബ് ചെയ്യുന്നത്. സ്ക്രബ് തീരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് പ്രഷർ ചെയ്യാണ്ട് സോഫ്റ്റായിട്ട് 2-3 മിനിറ്റ് നേരം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് കഴുകി കളയുന്നു വേണ്ട. വല്ല ഒരു കോട്ടൻ്റെ പാഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിൽ നമുക്കിത് തുടച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് ഫേസിൽ നിന്ന് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം അറിയാൻ പറ്റും. കാരണം ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. നമ്മളൊരു ഫേസ് വാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, വാഷ് ചെയ്ത് കഴിഞ്ഞൊരു ഒരു തിളക്കൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ആയിരിക്കും നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ. നമുക്കിത് പൊടിച്ച് വെച്ചിട്ട് ചക്കക്കുരു നമുക്ക് ഇതേപോലെ പൊടിച്ച് വെക്കാം. അതായത് പാലൊന്നും ചേർക്കാണ്ട് ചക്കക്കുരു മാത്രം പൊടിച്ചിട്ട് ഇതേപോലെ ഒരു ഡബ്ബയിലൊക്കെ ആക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സ്ക്രബിങ്ങിന് എടുക്കാം. അതുപോലെ തന്നെ ഫേസ് കഴുകാനും കുളിക്കുന്ന സമയത്തൊക്കെ കഴുകാനും ഫേസ് വാഷിന് പകരമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഫേസിൽ മാറ്റം അറിയാൻ പറ്റും. പിന്നെ 1-2 പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും മാറ്റം അറിയണമെന്നില്ല. ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 4 ദിവസത്തിനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്നും ഉണ്ടാക്കുന്ന ഒരു മടി മാറിക്കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരച്ച് വെച്ച പാക്കിൽ നിന്ന് നമുക്ക് 2-3 ടീസ്പൂൺ എടുത്തതിന് ശേഷം പാക്കിൽ നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അതിലും കൂടുതൽ ഇപ്പോൾ ഒരു വിൻ്റർ സീസണാണല്ലോ, അതിലും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പാക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫേസ് ഒന്നൊരു ഡ്രൈ ആവുമല്ലോ, ആ സമയത്ത് നമുക്ക് വല്ല സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ പാഡ് വെച്ചിട്ടോ ആദ്യം മുഖം ഒന്ന് വെള്ളം വെച്ച് നനച്ച് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാവുള്ളൂ. കാരണം ഫേസ് നല്ല ഹാർഡായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫേസിൽ അങ്ങനെ ഉരച്ചിട്ട് ആ ഒരു പാക്ക് കളയരുത്. അതിന് ശേഷം പിന്നെ നമുക്കിത് എന്താ പറയുക, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് ഫീൽ ചെയ്യും. മൊത്തമുള്ള കറുത്ത പാടുകൾ മാറാനും അതുപോലെ തന്നെ കരുവാളിപ്പ് മാറാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും ലൈറ്റൻ ചെയ്യാനൊക്കെ ഒരു അടിപൊളി പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.